നമസ്കാരം. രാജ്യത്തിന്റെ ആയുധ നിലവാരത്തിനടുത്തുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്നും പുറത്തേക്ക് അയക്കുന്നില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി വ്യക്തമാക്കിയിരിക്കുകയാണ്. നിലപാടുകളിൽ നിന്നും മാറാൻ തയ്യാറല്ലെന്ന തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിലൂടെ. അതായത് നേരത്തെ അമേരിക്കയുമായുള്ള ആണവ ചർച്ചകളിലേക്ക് ഇറാൻ കടക്കുകയാണ് എന്ന പ്രതീക്ഷകൾക്കിടയിലും രാജ്യത്തിന്റെ നിലപാട് പ്രഖ്യാപിച്ചിരുന്ന ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ആ വാക്കിന്റെ അതായത് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ നിന്നും ഇന്നും വ്യതിചലിക്കാൻ തയ്യാറല്ല ഇറാൻ. അമേരിക്കയുടെ ഭീഷണിക്ക് ഇറാൻ വഴങ്ങില്ല എന്ന നിലപാട് ഖമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവാണ് അന്ന് അറിയിച്ചിരുന്നത്. എന്തായാലും ആണവ ചർച്ചയിൽ വിട്ടുവീഴ്ചയില്ലെന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ വിട്ടു നൽകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആണവ ചർച്ചകളിൽ നിന്നും പിന്മാറുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്തു വന്നാലും സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടു നൽകിക്കൊണ്ടുള്ള സമവായത്തിന് ഇല്ല എന്ന സൂചനയായിരുന്നു ഇറാൻ പരമോന്നത നേതാവിന്റെ ഭാഗത്തു നിന്നും അന്നുണ്ടായിരുന്നത്. ആ വിലയിരുത്തൽ അല്ലെങ്കിൽ ആ നിലപാട് തന്നെയാണ് ഇന്നും ഇറാന്റേത്. എന്തായാലും അമേരിക്കയുമായി ആണവ ചർച്ചകൾ നടക്കുകയാണെങ്കിൽ ഇക്കാര്യം മുൻനിർത്തിയുള്ള നിലപാടാകും ഇറാൻ സ്വീകരിക്കുക. സമാധാന ചർച്ചകളിൽ US മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങളിലൊന്ന് യുറേനിയം കൈമാറ്റമാണ്. ഇതിനോടുള്ള പ്രതികരണമാണ് മുജ്തബയുടെ പ്രസ്താവന എത്തിയത്. ഇറാനിലെ അർദ്ധ സർക്കാർ വാർത്താ ഏജൻസിയായ ഫാർസ് ന്യൂസ് ആണ് ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ടെഹ്റാൻ 400 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറണമെന്നും പ്രവർത്തനങ്ങൾ ഒരു ആണവ നിലയത്തിലേക്ക് പരിമിതപ്പെടുത്തണമെന്നും യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് US നഷ്ടപരിഹാരം നൽകില്ല എന്നുമുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കണമെന്നാണ് യുഎസിന്റെ ആവശ്യം. പരമോന്നത നേതാവിന്റെ നിർദ്ദേശം ഭരണകൂടത്തിലെ ഭൂരിപക്ഷ അഭിപ്രായവും അനുസരിച്ച് എന്തായാലും സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ അതായത് യുറേനിയം ശേഖരത്തിന്റെ രാജ്യത്തിന് പുറത്തേക്ക് അതായത് ഈ ശേഖരം രാജ്യത്തിന് പുറത്തേക്ക് മാറ്റില്ല എന്നാണ് ഇറാനിയൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇറാൻ തങ്ങളുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം കൈമാറാൻ സമ്മതിച്ചെന്നും ഇരുപക്ഷവും സമാധാന ഉടമ്പടിക്ക് അടുത്തു എന്നൊക്കെയായിരുന്നു അവരുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം. ആ വാദം കഴിഞ്ഞ ഏപ്രിൽ നിരത്തിയുകയും ചെയ്തിരുന്നു. ആണവായുധം നിർമ്മിക്കാനുള്ള ഘട്ടത്തിലേക്ക് അടുത്ത സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം ഇറാനിൽ നിന്നും പുറത്തേക്ക് അയക്കും എന്നായിരുന്നു ട്രംപ് വാദിച്ചത്. എന്നാൽ ഏതൊരു സമാധാന ഉടമ്പടിയിലും ഇത് ഉൾപ്പെടുത്തണമെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ഇസ്രായേലിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നും ഇസ്രായേലിന്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞതായും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്നും നീക്കം ചെയ്യുന്നതുവരെ യുദ്ധം അവസാനിപ്പിച്ചതായി കണക്കാക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്തായാലും യുഎസും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിച്ച നാടകീയമായ വെടിനിർത്തൽ കരാറിനിടയിലുമാണ് ഈ പ്രസ്താവനകൾ എത്തിയത്. എന്നാലും യുദ്ധം അവസാനിപ്പിക്കാൻ യുറേനിയം വിട്ടു നൽകണമെന്ന ട്രംപിന്റെ വാശിക്ക് മുന്നിൽ ഒരിക്കലും അടിയറവ് പറയാൻ ഇറാൻ തയ്യാറല്ല. തങ്ങളുടെ യുറേനിയം വിട്ടു നൽകിയുള്ള യാതൊരുവിധ ഒത്തുതീർപ്പിനും അവർ ഒരുക്കമല്ല.